എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ, പരീക്ഷയുടെ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഒക്കെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിലുണ്ടല്ലോ. അപ്പം അവർ ഈ വചനം ഒന്ന് ധ്യാനിച്ചിട്ട് പരീക്ഷയുടെ ദിവസങ്ങളിൽ ഒരുങ്ങി വേണം പോകുവാനായിട്ട്. പരീക്ഷയുടെ റിസൾട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊരു പേടിയും ഒക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ അതിനെയൊക്കെ ഒന്ന് മാറ്റി വെക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ പരീക്ഷ ഞാൻ എഴുതുമ്പോൾ എനിക്ക് അതിനാവശ്യമായ കാര്യങ്ങൾ ഞാൻ പഠിച്ചതൊക്കെ കൃത്യമായിട്ട് ഓർത്തു വരുമോ, അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ഞാൻ എഴുതുന്നതിനെല്ലാം എനിക്ക് മാർക്ക് കിട്ടുമോ, നല്ല മാർക്ക് എനിക്ക് കിട്ടുമോ. അപ്പോൾ ഇങ്ങനെയുള്ള പലതും ആശങ്കയിലും വിചാരപ്പെടലിലൂടെയും കടന്നു പോകുന്ന ഒരു സമയമാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ കാര്യം ഓർക്കുക. നിങ്ങൾ പരീക്ഷ എഴുതുന്നെങ്കിലും നിങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ പേനാത്തുമ്പിലുണ്ട്. അവനാണ് നമ്മളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നത്. അതുകൊണ്ട് സഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വചനം ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. സഫന്യാവ് 3:17. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഈ വചനം നമ്മൾ ഈ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസങ്ങളിലും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും ധ്യാനിക്കുക. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സ്വർഗത്തിലെ യഹോവയായ ദൈവം നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നു. അവനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം പരീക്ഷയെ പറ്റിയോ അതിൻ്റെ റിസൾട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നോ ഇല്ലയോ ഒന്നും നമ്മൾ വിചാരപ്പെടേണ്ട. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. സഫന്യാവ് 3:17. ഇത് എല്ലാ മക്കളും ധ്യാനിക്കുക. ഈ വചനം ഉരുവിടുക. ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.